പറ്റില്ല, നീ ധൈര്യം ഇങ്ങോട്ട് ഇറങ്ങി വാടി. വേണ്ട. ഗിരീഷേട്ടൻ വലിയ ഗുണ്ടെന്ന് ആരാടാ നിന്നോട് പറഞ്ഞേ? ഗിരീഷേട്ടൻ തന്നെ പറഞ്ഞേ. ആളെന്നോട് പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നുറാ. ആള് കൊണ്ടിയൊന്നല്ല, ഓട്ടോ ഓടിക്കലായിരുന്നു പണി. ഇപ്പൊ അത് നിർത്തി. ഫുൾ ടൈം ആംബ്രസേട്ടനൊപ്പം വെറുതെ നടക്ക. സത്യം. ഇനി എന്ത് ചെയ്യാനാ? മൊബൈലിൽ പോയത് പോട്ടെ, പപ്പനെ സോപ്പിടാം. പക്ഷെ അമ്മന്ന് തന്നെ കൊല്ലും. എന്റെ വീട്ടിലെങ്ങാനും പറഞ്ഞാ തീർന്നു. നിക്കണ നിപ്പ് കണ്ടില്ലേ ചട്ടമ്പി. PT സാർ നിന്റെ ചാട്ടം ഫൗളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫൗളായിരിക്കും. അതങ്ങ് കേട്ടാ പോരെ. അവള് വലിയ അഞ്ജു ബോബി ജോർജ് വന്നിരിക്കുന്നു. ഇനിയിപ്പൊ അതല്ലെങ്കിൽ തന്നെ PT സാറിന് അടിക്കാൻ വേണ്ടി വാടക കൊണ്ട് ഏർപ്പാടാക്കുക. നീ ഇതൊക്കെ എവിടെന്നാ പഠിച്ചേ? മമ്മിയും ചേച്ചിയും പറഞ്ഞത് കേട്ടു. നീ ഒറ്റൊരുത്തനാ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നേ. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ തിരിച്ച് ബംഗാളിലേക്ക് പറഞ്ഞയക്കും. ഇത്രയും വർഷം ഇവിടെ നിന്നിട്ട് കേറി പൊടിയാത്ത്. അവളുടെ ഒരു ഓട്ടവും ചാട്ടവും. വല്ല ഡാൻസിനോ പാട്ടിനോ ഒക്കെ പോയി കൂടിയാ മതി ഇനി അങ്ങോട്ട്. Don't worry. Dr. Roy, call from India. It's a case of shell burns. Hello? We should give an more love, care, everything. 10 വയസ്സുള്ള കുട്ടി സ്വന്തം ടീച്ചറെ അടിക്കാൻ വാടക കൊണ്ട് ഏർപ്പാടാക്കി. 15 വയസ്സാകുമ്പോൾ അവൾ എന്തൊക്കെയാ ചെയ്യുന്ന ആർക്കറിയാം. Whatever. I'll never force you to come back. ഞാൻ എന്റെ മോളുടെ കാര്യം ഒറ്റയ്ക്ക് തന്നെ നോക്കിക്കോളാം. I'm consulting a lawyer. And ആ കൊടുക്കാം. ഡാ, നിന്റെ പപ്പയോട് നീ തന്നെ പറഞ്ഞോ നിന്റെ ഗുണ്ടാ കഥയൊക്കെ. മോളെന്തിനാ വാടക കൊണ്ടേ വിളിച്ചത്? സാറ് ഫോളോ വിളിച്ചെങ്കിൽ പപ്പയോട് പറഞ്ഞാ പോരായിരുന്നോ? അതിന് പപ്പ 2 ദിവസം കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ചില്ലല്ലോ. മോളെ അത് എടാ നിന്നോടാ ചോദിച്ചത്. ഓരോന്ന് ചോദിക്കുമ്പോ മുഖമേർപ്പിച്ച് നിന്നാ മതിയല്ലോ. ഇതും കൂടി നിന്റെ ഡാഡി അറിഞ്ഞാ നിന്നെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറക്കില്ല. മോനല്ലേ മൂത്തത്. അവൾ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞ ഉടനെ അത് കേട്ട് തുള്ളാൻ ഇറങ്ങാന്നൊക്കെ പറഞ്ഞ. സോറി. എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. അത്രയും ദേഷ്യപ്പെടണ്ടായിരുന്നു. മൂക്ക് വലിയ വിഷമായിട്ടുണ്ടാവും. പോട്ടെ, പിള്ളേരല്ലേ. എന്നാലും വാടക കൊണ്ടേ വിളിച്ചത് ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണെന്ന് പറഞ്ഞപ്പോ. കുട്ടികൾ ഇക്കാലത്ത് കാര്യങ്ങൾ എങ്ങനെയാ എടുക്കുന്നെന്ന് ആർക്കറിയാം. നീ റോയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു വരാൻ പറയേ. അവൾക്ക് അവളുടെ പപ്പയെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോ പപ്പ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ലോങ് ജമ്പിനോടുള്ള ഈ ഒബ്സഷൻ. മേ ബി പപ്പയെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമം. എനിക്കറിയില്ല ഷാനി, ബട്ട് ഷീ റിയലി ലൈക്സ് ദി സ്പോർട്ട്. ഇനി ആ PT ടീച്ചർ ഇവളാണ് ആളെ തല്ലാൻ വിട്ടതെന്നൊക്കെ അറിഞ്ഞാ എനിക്കറിയില്ല എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നതെന്ന്. ആ സ്കൂളിലൊന്നും പോയി അന്വേഷിക്കാന്ന് വെച്ചാൽ അതിനും പറ്റാത്ത അവസ്ഥയാ. സാരമില്ല ട്രീസ. ആ ഫോൺ അന്ന് കിട്ടിയപ്പോ തന്നെ ഞാൻ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചതാ. റോയ്ക്കാണെങ്കിൽ മോക്ക് എന്ത് വാങ്ങിക്കൊടുക്കണം വാങ്ങിക്കൊടുക്കണ്ടെന്നൊന്നും അറിയില്ല. എനിക്ക് നിന്റെ റോയുടെയും കാര്യം ആലോചിച്ചിട്ടാണ്. എൻ്റെ റോയുടെയും കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ബിക്കോസ് ഐ ഹാവ് ടേക്കൺ ദ ഡിസിഷൻ. ഇനി 2-3 ഒപ്പ്, കുറച്ച് ആളുകളോട് സമാധാനം പറയണം, അത്രയൊക്കെ ഉള്ളൂ. ഒരു വീട് പട്ടിണിക്കാക്കിയപ്പോ നിനക്ക് സമാധാനമായില്ലേ? അവളുടെ ഒരു കൊട്ടേഷൻ. ലതേ മോളുടെ ടിഫിൻ ബോക്സ് കൊടുത്തോ? ആ ചേച്ചി. മമ്മി. ആ വന്നോ ചട്ടമ്പി. മമ്മി, എനിക്കൊരു 2000 rupees വേണം. 2000ഓ? എന്തിന്? ഞാൻ ഇന്നലെ പറയാൻ മറന്നതാ. സ്കൂളിൽ ആർട്സ് വരുവാ. ഞാൻ ഗ്രൂപ്പ് സോങ്ങിന് ഗ്രൂപ്പ് ഡാൻസിന് കൂടാൻ പോവാ. അപ്പൊ ടീച്ചർക്ക് ഫീസ് കൊടുക്കണം. ഡാൻസോ? നീ സ്പോർട്സിന്റെ ആളല്ലേ? മമ്മിയല്ലേ പറഞ്ഞത് ചാട്ടം ഓട്ടം ഒക്കെ നിർത്തി വല്ല പാട്ടിനോ ഡാൻസിനോ പോയാ മതിന്ന്. മമ്മ 2000. ഓ, മോള് പോയി നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കേ.
നീയാണ് അയാളെ തല്ലാൻ ആളെ ഏർപ്പാടൊക്കെയെന്ന് ആൾക്കറിയൂ? ഞാനോ? ഞാനല്ല, നമ്മൾ. പണി പാളിയ. എന്താടാ ഗിരീഷേ, ഇന്ന് തല്ലുകൂടാനൊന്നും പോന്നില്ലേ? ഓ, ഇന്നലത്തെ എൻ്റെ വേദന ഒന്ന് മാറട്ടെ. നല്ല വേദനയുണ്ടോ? ഓ, എന്ത് നിങ്ങളെ സാറിനെ അടിച്ച് പൊടിയാക്കിയാനെ. പിന്നെ അടിക്കാൻ കഴിയുമ്പോ ഇപ്പം എൻ്റെ കോളേജിലെ സാറിന് ഓർമ്മ വന്നു. അപ്പൊ അതാ. ഏത് കോളേജിലേടാ? ഓ, പണ്ട് നിനക്ക് കരപ്പം വന്നപ്പോ കിടന്ന മെഡിക്കൽ കോളേജിലാണാ? ആണോ? ഒന്ന് പോടാ. ഇത് ഗിരീഷേട്ടൻ വെച്ചോ. 4000 rupees ഉണ്ട്. ഇനി കുറച്ചു ദിവസം ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഓ, എടാ ഉളുപ്പില്ലാത്തവനെ, കൊച്ചിന്റെ കാശ് തിരിച്ചു കൊടുക്കടാ. എടാ തിരിച്ചു കൊടുക്കാൻ. കുഴപ്പമില്ല ആന്റി, മമ്മി പറഞ്ഞിട്ട് വന്നതാ. മമ്മി. എന്നാ ഞങ്ങള് പോട്ടെ. ഓ, ബൈ, സീ യു. പെടുക്കാനിരിക്കുമ്പോ ഇതാരാ? ഇവനോ? എന്താടാ? എടാ ആംബ്രോസേ, അൻമരി വന്ന് പിന്നെയും കുറെ കാശ് തന്നടാ. ആണോ? പുതിയ കൊട്ടേഷൻ ആണോടാ? നീ കാശ് വാങ്ങിച്ചോ? ഹേ, എടാ ഇത് അതൊന്നും അല്ലടാ. നീ ആദ്യം ഇങ്ങ് പെട്ടെന്ന് വാ, രണ്ടെണ്ണം അടിക്കാം. അതിനായിരുന്നോ? നീ നേരെ ദൈവസഹായം ബാറിലോട്ട് വാ. എടാ ഒരു മിനിറ്റ്, അവിടെ ആ കൊച്ചിന്റെ അമ്മയാന്നാ തോന്നേ. ഇപ്പൊ വിളിക്കാം. ഗിരീഷ് തിരക്കിലാണോ? അല്ല മേഡം. ആൻ രാവിലെ തന്നെ എന്നോട് കള്ളത്തരം പറഞ്ഞ് കാശ് മേടിച്ചപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഗിരീഷിന് തരാനായിരിക്കുന്നു. അവളുടെ ചെറിയ സേവിങ്സ് മൊത്തം അതിലുണ്ട്. അത് സാരില്ല ഗിരീഷ്, അത് വെച്ചോളൂ. മോളുടെ ചില കാര്യങ്ങളിൽ എനിക്ക് വേണ്ട പോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ അവക്കൊരാവശ്യം വന്നപ്പോൾ അറിഞ്ഞോ അറിയാതെ ഗിരീഷിന് വരേണ്ടി വന്നത്. ഗിരീഷിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പൈസ തരട്ടെ? വേണ്ട മേഡം. മോള് വിളിച്ച വാടകയുണ്ടെങ്കിൽ അമ്മ പൈസ തരാന്നൊന്നും വിചാരിക്കണ്ട. എന്റെ ശ്രദ്ധക്കുറവ് കാരണം ഗിരീഷിനുണ്ടായ ബുദ്ധിമുട്ട് അതിനുള്ള കോമ്പൻസേഷൻ ആയിട്ട് കണ്ടാൽ മതി. കുഴപ്പമില്ല മേഡം. പോട്ടെ എന്നാ. ആ പിന്നെ ഒരു കാര്യം കൂടി, ഗിരീഷിന്റെ മോളെ കാണരുത്. യു മൈറ്റ് ബിക്കം എ ബാഡ് ഇൻഫ്ലുവൻസ് ഓൺ ഹർ. പ്ലീസ്. ഓ എൻ്റെ കർത്താവേ, ഇതുപോലെ ആരെങ്കിലും സാധാപ കാശോ വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നും കാശ് കൊണ്ടും തന്നാ മതിയായിരുന്നു ഇല്ലേ? ഗിരീഷ്, ബാറ് കൂട്ടാറായി. രാവിലെ വന്നില്ലേ? വെറുതെ അല്ലല്ലോ, കാശ് മേടിച്ചിട്ടല്ലേ. ഇറങ്ങി പോടാ. ഹലോ, ഉടക്കാതെ സ്ഥിരം കേൾക്കണ തന്നെ നാറികളൊക്കെ. അവൻ എന്നെ തെറി പറഞ്ഞടാ. എടാ ആംബ്രോസേ, എന്തോ നമ്മൾ ജീവിതത്തിൽ എത്ര ആൾക്കാരെ പറ്റിച്ചു കാണും? കാക്കത്തൊള്ളായിരം. ആ 900,000 പ്രാവശ്യം തോന്നാത്ത ഒരു കാര്യം എനിക്കിപ്പൊ തോന്നി. എന്തോന്ന്? മനസാക്ഷിക്കുത്ത്. എന്നാ കുത്ത? എനിക്ക് ആ കൊച്ചിന്റെ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കണം. എടാ നാളെ പൂസ് ഇറങ്ങുമ്പോ ഈ മനസാക്ഷി കുത്തൊക്കെ ഇറങ്ങി പോടാ. ഇരുന്ന് കള്ളുടിയടാ. ഇതങ്ങനെയൊന്നും ഇറങ്ങിപ്പോവില്ല. ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പറ്റിക്കുന്ന ഇത് ആദ്യമായിട്ടാ. അന്ന് തല്ലുകൊണ്ട് കിടന്നപ്പോൾ അവളെ ഉണ്ടായിരുന്നുള്ളൂ ആശുപത്രിയിൽ എത്തിക്കാൻ. നീ ഓട്ടോ ഓഫ് പോലും ചെയ്യാതെ ഓടി രക്ഷപ്പെട്ടില്ലേ? പറ്റിച്ചെന്ന് മനസ്സിലായിട്ടും അത് പിന്നെയും കാശ് കൊണ്ട് തന്നു. പാവം. അതിൻ്റെ അപ്പം വാങ്ങി കൊടുത്ത സമ്മാന മൊബൈല്. അതിനെ പറ്റിച്ച അത് ദൈവം പോലും പൊറുക്കില്ല. എടാ ഗിരീഷേ, എടാ നില്ലടാ. എടാ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും വരുന്നതാടാ.